ചേച്ചിയുടെ ഫേവറേറ്റ് പാട്ട് ഏതാ മൗച്ചേട്ടന്റെ? മത്സ്യന്റെ പാട്ടിലെ എനിക്ക് ഏറ്റവും ഇഷ്ടം ചെന്താർമിഴിയും ഡിങ് ഡോങ് കോയൽമണിയാണ്. എങ്ങനെ കണ്ടുപിടിച്ചേ? ഞങ്ങൾ ഓൾറെഡി റിലേറ്റീവ്സ് ആണ്. എൻ്റെ ഫസ്റ്റ് കസിൻ കല്യാണം കഴിച്ചിരിക്കുന്ന ദിവ്യയുടെ ഫസ്റ്റ് കസിനെയാണ്. അങ്ങനെ അറിയാം. അത് മാത്രമല്ല, അതിന് മുമ്പേ തന്നെ ദിവ്യയുടെ കസിൻസിൽ കുറച്ചുപേർ എൻ്റെ ഫ്രണ്ട്സ് ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ കല്യാണം കഴിക്കുന്നതിൻ്റെ ഒരു 1.5-2 കൊല്ലം മുമ്പ് മാത്രമാണ് പ്രേമിച്ചിട്ടുള്ളൂ. അതെ, 2 കൊല്ലം മുമ്പ് അല്ല, 2 കൊല്ലം മുമ്പാണ് പ്രേമിച്ചത്. അല്ലാണ്ട് വർഷങ്ങൾ നീണ്ട അങ്ങനെ അത്ര വലിയ എല്ലാരും അത്ര പ്രേമിക്കുള്ളൂ. ഞങ്ങൾ 1 കൊല്ലം പ്രേമിച്ചുള്ളൂ. എന്നാ കുഴപ്പമില്ല. ഓക്കെ. അപ്പൊ അങ്ങനെയായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് പരിചയം. ഒരു റിയാലിറ്റി ഷോ ഞാൻ തന്നെ ഹോസ്റ്റ് ചെയ്ത് ഞാൻ തന്നെ ജഡ്ജ് ചെയ്യുന്ന തരത്തിലുള്ളൊരു സെലക്ട് ചെയ്യുന്ന തരത്തിലുള്ളൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, രാഗതരംഗം. അത് എല്ലാ ശനിയും ഞായറും ആയിരുന്നു പ്രോഗ്രാം. അപ്പം അത് കഴിയുമ്പോഴത്തേക്കും ശ്രീ എന്നെ വിളിക്കും, ശ്രീശാന്ത്. അപ്പം അതിൻ്റെ കൂട്ടത്തിൽ ദേ ചേച്ചിക്ക് കൊടുക്കാന്ന് പറഞ്ഞ് അങ്ങനെ സംസാരിക്കും. അപ്പോൾ ഓരോ എപ്പിസോഡ് കഴിയുമ്പോഴും ഇങ്ങനെ വിളിക്കാൻ തുടങ്ങി. അപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ഇങ്ങനെ ഇത് കഴിഞ്ഞിട്ട് ഇവരുടെ കോള് വരാൻ ലേറ്റ് ആയി കഴിയുമ്പോൾ പക്ഷെ എന്താണോ അവർ വിളിക്കാൻ. അതെ, അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ പെട്ടെന്ന് കോള് വിളിക്കും. ഓ, സമാധാനമായി. അങ്ങനെ ആയി അതെ. നോക്കി പറഞ്ഞത് പാട്ടിലൂടെയാണോ പറഞ്ഞത്? ഫോണിൽ കൂടെ മൗച്ചേട്ടനെ പറഞ്ഞേ? അതെങ്ങനെ ആദ്യം പറഞ്ഞു? ഞാൻ തന്നെ ആയിരിക്കുള്ളൂ, കാരണം ഞാനായിരിക്കുമല്ലോ. അത് നോക്ക്, ഓർമ്മിച്ചു പറഞ്ഞു. കല്യാണം നിശ്ചയിച്ചു, ദൈവം അനുഗ്രഹിച്ചു, നല്ലൊരു ഫാമിലി, ഈശ്വരൻ അനുഗ്രഹിച്ചു, എല്ലാ ഈശ്വരവും വരട്ടെ. കൈ നിറയെ വെണ്ണ തരാം, കവിളിലൊരുമ്മ തരാം, കണ്ണൻ കവിളിലൊരുമ്മ തരാം, നിന്മടി മേലെ തല ചായ്ച്ചുറങ്ങാൻ, നിന്മടി മേലെ തല ചായ്ച്ചുറങ്ങാൻ, കൊതിയുള്ളൊരുണ്ണീതാ ചാരേ, കൈ നിറയെ വെണ്ണ തരാം, കവിളിലൊരുമ്മ തരാം, കണ്ണൻ കവിളിലൊരുമ്മ തരാം. ഒന്നും പറയാനില്ല മത്സരം. സത്യം, മത്സരമൊക്കെ ഒരു പാട്ട് പാടുമല്ലേ, നമുക്ക് അവിടെ സൈലന്റ് ആ ചേച്ചി. നമ്മൾ ആ ഒരു വിഷ്വലിലേക്കും, അല്ലെങ്കിൽ മത്സരം ഗുരുവായൂരപ്പന്റെ മുമ്പിൽ ചെന്ന് നിന്ന് ഇങ്ങനെ ഒന്ന് പാടുകയാണെങ്കിൽ സത്യം പറഞ്ഞാൽ കട നിറങ്ങി വരും. കൈ നിറയെ വെണ്ണ വാങ്ങാൻ. സത്യം അച്ഛാ, ഉള്ളിൽ നിന്ന് പാടുമ്പോ അല്ലേ ഭഗവാൻ പോലും വിളിയേക്കും എന്നല്ലേ.